എന്ന് പറഞ്ഞാൽ അതിനെ മൂവിങ് ക്ലോട്ട് എന്നാണ് നമ്മൾ സാധാരണ പറയുക. സോ ഈ DVT ഉള്ള പേഷ്യൻസിന് ഏറ്റവും റിസ്ക് ആയിട്ട് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോം ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. സോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് നമ്മുടെ ഈ ഹാർട്ട് റൈറ്റ് ഏട്രിയം വഴി റൈറ്റ് വെൻട്രിക്കിൾ വഴി അത് പൾമിനറി ആർട്ടറിയിൽ പോയിട്ട് അവിടെ വെൽക്കം ടു എജ്യൂസ് ഇന്റർനാഷണൽ അക്കാഡമി. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റീസെന്റ് ആയിട്ട് ഒരു പ്രോമെട്രിക് എക്സാമിന് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സോ ഈ ക്വസ്റ്റ്യൻ സാധാരണ ഈ ഒരു ഏരിയ റിപ്പീറ്റ് ആയിട്ടൊക്കെ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. അതായത് നമ്മുടെ DVT എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, ഡീപ് വെയിൻ ത്രോംബോസിസ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാവേ. സോ എ ഹോസ്പിറ്റലൈസ്ഡ് പേഷ്യന്റ് ഹാസ് എ ഡീപ് വെയിൻ ത്രോംബോസിസ് ഇൻ ദ ലെഫ്റ്റ് ലോവർ എക്സ്ട്രിമിറ്റി. വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഷ്യന്റ് ആക്ഷൻസ് ഷുഡ് ദ നേഴ്സ് സ്റ്റോപ്പ് ഇമ്മീഡിയറ്റ്ലി? ഇപ്പോൾ ക്വസ്റ്റ്യനിൽ ചോദിച്ചേക്കുന്നത് ഒരു പേഷ്യന്റിന് ലെഫ്റ്റ് ലോവർ എക്സ്ട്രിമിറ്റി, അതായത് നമ്മുടെ ലെഫ്റ്റ് ലെഗിൽ DVT ഉണ്ട്, ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ട്, പേഷ്യന്റ് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. സോ ഇതിൽ ഈ പറഞ്ഞിരിക്കുന്ന ആക്ടിവിറ്റീസിൽ ഏത് ആക്ടിവിറ്റിയാണ് നേഴ്സ് ഇമ്മീഡിയറ്റ് ആയിട്ട് പേഷ്യന്റിൽ സ്റ്റോപ്പ് ചെയ്യാനായിട്ടുള്ളത് എന്നാണ് ചോദിച്ചേക്കുന്നത്. നമുക്ക് നോക്കാം. ഓപ്ഷൻ എ ഈസ് കീപ് ദ അഫക്റ്റഡ് ലെഗ് എലിവേറ്റഡ് ഓൺ എ പില്ലോ വൈൽ ലൈങ് ഓൺ ദ ബെഡ്. അതായത് പേഷ്യന്റ് ബെഡിൽ കിടക്കുമ്പോൾ ഈ അഫക്റ്റഡ് ലെഗ് പറഞ്ഞേക്കുന്നത് ലെഫ്റ്റ് ലെഗ് ആണ്. സോ ലെഫ്റ്റ് ലെഗ് ഒരു പില്ലോയിൽ എലിവേറ്റ് ചെയ്ത് വെക്കണം എന്നാണ് പറയുക. ഓക്കെ. ഓപ്ഷൻ ബി യൂസസ് എ സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ് ഓൺ ദ ലെഗ് വിത്ത് ദ ക്ലോട്ട്. അതായത് ഈ DVT ഉള്ള ഈ ക്ലോട്ട് ഉള്ള ലെഗ്, അതായത് ലെഫ്റ്റ് ലെഗ്, അതിലൊരു കംപ്രഷൻ ഡിവൈസ് അല്ലെങ്കിൽ സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ് യൂസ് ചെയ്യണം എന്നാണ് പറഞ്ഞേക്കുന്നത്. ഓപ്ഷൻ സി ആണെങ്കിലോ വാക്ക് ടു ദ ബാത്റൂം വിത്ത് നഴ്സിംഗ് അസിസ്റ്റൻസ്. അതായത് പേഷ്യന്റ് ബാത്റൂമിലേക്ക് പോകുന്നുണ്ട്, പേഷ്യന്റ് ഒരു അസിസ്റ്റൻസ് ഉണ്ട്, വിത്ത് അസിസ്റ്റൻസ് ആണ് പേഷ്യന്റ് ബാത്റൂമിലേക്ക് പോവുക. ഓപ്ഷൻ ഡി പറയുന്നത് അപ്ലൈസ് ലോഷൻ ടു ദ റൈറ്റ് ലെഗ്. റൈറ്റ് ലെഗിൽ ഒരു ലോഷൻ അല്ലെങ്കിൽ ഇമോളിയന്റ് പേഷ്യന്റ് അപ്ലൈ ചെയ്തു എന്നാണ് പറയുക. അപ്പൊ ഇതില് ഏതോ ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ഏതോ ഒരു സ്റ്റേറ്റ്മെന്റ് ഈ DVT ഉള്ള പേഷ്യൻസ് ചെയ്തുകൂടാത്ത ഒരു കാര്യമാണ്. സോ നോക്കിയേ ഏതാണ് എന്നുള്ളത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യണം. ഇതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുക. നമുക്ക് നോക്കാം അല്ലേ. സോ നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇൻവോൾവ് ആകുന്നതിന് മുന്നേ നമുക്ക് 1-2 കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ടല്ലേ. എസ്പെഷ്യലി DVT എന്താണെന്ന് അറിയണം. അപ്പൊ അതിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്കറിയാം ഡീപ് വെയിൻസിൽ ഉണ്ടാകുന്ന ത്രോംബോസിസ്. ത്രോംബോസ് എന്ന് പറയുന്നത് നമുക്കറിയാം ക്ലോട്ട് അല്ലേ. സോ ബ്ലഡിന്റെ കൊയാഗുലേഷൻ ആണ് ഡീപ് വെയിൻസിൽ ഉണ്ടാകുന്നത്. സോ ഇതിനാണ് നമ്മൾ DVT എന്ന് പറയുക. സോ ഇത് കാരണം കുറച്ച് കോംപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു DVT എന്ന് പറയുന്ന ഈ ചെറിയ ഒരു ടോപ്പിക്ക്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്ക്, ഇതിൽ നിന്ന് ഇനി ഏത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് എഴുതാനായിട്ട് കഴിയണം. സോ നമുക്ക് ഈ DVT എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു ചെറിയൊരു അനിമേഷൻ വീഡിയോയിലൂടെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഈ ഡീപ് വെയിൻ ത്രോംബോസിസ് എന്താണെന്ന് നോക്കാം. നോക്കിക്കേ, നമ്മുടെ കാലുകളിലെ വെയിൻസ്, 2 തരത്തിലുള്ള വെയിൻസ് ആണ് മെയിൻലി വരിക. ഒന്ന് സൂപ്പർഫിഷ്യൽ വെയിൻസും ഒന്ന് ഡീപ് വെയിൻസും. അതായത് നമ്മുടെ തൊലിപ്പുറത്തൂടെ നമുക്ക് കാണാൻ കഴിയുന്ന വെയിൻസിനെ നമ്മൾ സൂപ്പർഫിഷ്യൽ വെയിൻസ് എന്നാണ് പറയുക. പിന്നെ നമുക്ക് വരിക ഡീപ് വെയിൻസ് ആണ് നമുക്ക് വരിക. അതായത് കുറച്ച് ഉള്ളിലേക്കുള്ള വെയിൻസിനാണ് നമ്മൾ ഡീപ് വെയിൻസ് എന്ന് പറയുക കേട്ടോ. അപ്പൊ നോക്കിയേ, ഈ മസിൽസ്, അതായത് നമ്മൾ സാധാരണ കാഫ് മസിൽ എന്ന് പറയാറുണ്ടല്ലേ. സോ ഈ കാഫ് മസിൽ ബേസിക്കലി എന്തിനാണ് ഇത് ആക്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇതിന്റെ ഫംഗ്ഷൻ എന്താണ്? സോ ഇത് നമ്മൾ സാധാരണ കാഫ് മസിലിനെ പറയുക സെക്കൻഡ് ഹാർട്ട് എന്ന് പറയും കേട്ടോ. സെക്കൻഡ് ഹാർട്ട് എന്തുകൊണ്ടാണ് അതിന് അങ്ങനെ പറയുക? എക്സ്പെഷ്യലി നമ്മുടെ ലോവർ എക്സ്ട്രിമിറ്റീസിൽ, അതായത് നമ്മുടെ കാലിലേക്കൊക്കെ ഉള്ള ബ്ലഡ്, ആ ബ്ലഡിനെ അവിടെ നിന്ന് തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് മെയിൻ ആയിട്ട്, അല്ലെങ്കിൽ ഈ ലോവർ എക്സ്ട്രിമിറ്റീസിൽ പൂൾ ചെയ്ത് കിടക്കുന്ന ബ്ലഡ് അതിനെ തിരിച്ച് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് ബേസിക്കലി ഈ നമ്മുടെ കാഫ് മസിലിന്റെ ഒരു ഫംഗ്ഷൻ ആയിട്ട് വരും. സോ അതുകൊണ്ടാണ് നമ്മൾ കാഫ് മസിലിനെ സെക്കൻഡ് ഹാർട്ട് എന്ന് പറയുക. സോ എന്താ ഇത് ചെയ്യുക? ഇത് ബേസിക്കലി നമ്മൾ നടക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് എന്താണ്, ഇത് കംപ്രസ് ചെയ്ത് കൊടുക്കും. സോ ഈ താഴെയുള്ള ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് പോകും. അതിന് നമ്മൾ എന്താ പറയുക? അതിന് നമ്മൾ വീനസ് റിട്ടേൺ എന്നാണ് പറയുക അല്ലേ. സോ അതായത് വെയിൻസിലെ ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് വരുന്നു, അതിന് നമ്മൾ വീനസ് റിട്ടേൺ എന്നാണ് പറയുക. സോ യൂഷ്വലി പേഷ്യന്റ് ഡീപ് വെയിൻ ത്രോംബോസിസ് ഉണ്ടാകുമ്പോൾ എന്താ സംഭവിക്കുക? ഇതുപോലെയുള്ള ഡീപ് വെയിൻസ്, ഇതാണ് ഡീപ് വെയിൻസ്, ഇതാണ് സൂപ്പർഫിഷ്യൽ വെയിൻസ് കേട്ടോ. അപ്പൊ ഈ ഡീപ് വെയിൻസിൽ ബ്ലഡ് ക്ലോട്ട് ചെയ്ത് കിടക്കും. സോ ഇത് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സാധാരണ പേഷ്യന്റിന് ഈ നടക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഈവൻ ഏതൊരു സർജറി കഴിഞ്ഞാലും നമ്മളൊരു 24 hours ഒക്കെ കഴിയുമ്പോൾ സാധാരണ പേഷ്യന്റ് നടത്താറുണ്ട് അല്ലേ. സോ അതൊക്കെ ചെയ്യുന്നത് ഈ ഡീപ് വെയിൻ ത്രോംബോസിസിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ്. അതുകൂടാതെ ഇത് റിസ്ക് ഉള്ള പേഷ്യൻസിന് നമ്മൾ എക്സസൈസ് ഒക്കെ പറയാറുണ്ട്, ലൈക്ക് ആക്റ്റീവ് എക്സസൈസ് പറയാറുണ്ട്. ഇൻ കേസ് അത് നടന്നില്ലെങ്കിൽ നമ്മൾ പാസീവ് എക്സസൈസും പറയാറുണ്ട് അല്ലേ. സോ ഈ ഒരു കേസിൽ നമ്മളിപ്പം ഈ ഒരു ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ അതിലൊരു സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ് എന്ന് പറയുന്നുണ്ട് അല്ലേ. സോ ഈ സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ് നമ്മൾ സാധാരണ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുക? ഈ DVT ഉണ്ടാകാൻ സാധ്യതയുള്ള, അല്ലെങ്കിൽ DVT ഉണ്ടാകാൻ റിസ്ക് ഉള്ള പേഷ്യൻസിന് ഈ കാല്, അതായത് അവർക്ക് ഈ മസിൽ പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നില്ല, അതുകൊണ്ടാണല്ലോ ത്രോംബസ് ഫോർമേഷൻ ഉണ്ടാവുക. സോ ഈ മസിലിന്റെ ഫംഗ്ഷന് ആ ഡിവൈസ് ചെയ്ത് കൊടുക്കും, അതായത് സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ്. ഇടയ്ക്ക് പീരിയോഡിക് ആയിട്ട് അത് കംപ്രസ് ചെയ്ത് കൊടുക്കും. സോ എന്താ സംഭവിക്കുക? ഈ ലോവർ എക്സ്ട്രിമിറ്റീസിൽ ബ്ലഡ് പൂൾ ചെയ്ത് കിടക്കുന്നില്ല കേട്ടോ. ബേസിക്കലി അതാണ് ഈ സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. അപ്പൊ ഇതുപോലെയാണ് നമ്മുടെ ഈ കാഫ് മസിൽ ആക്ട് ചെയ്യുക. സോ കാഫ് മസിൽ ആക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ വീനസ് ബ്ലഡ് ഇതുപോലുള്ള വാൽവ് വഴി
മുകളിലേക്ക്, അതായത് നമ്മുടെ ഹാർട്ടിലേക്ക് എത്തിച്ചേരാനാണ് ഈ മസിൽസ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക കേട്ടോ. അപ്പൊ ഈ ഒരു കാര്യം ഓർക്കാം. സോ നോക്കിയേ, സപ്പോസ് പേഷ്യന്റ് ഇതുപോലെ ബെഡ് റിഡൻ ആണ്, അങ്ങനെയാണെങ്കിൽ പേഷ്യന്റ് അത് നടക്കുന്നില്ല. സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് പേഷ്യന്റ് ബ്ലഡ് കൊയാഗുലേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നോക്കി ഈ കാണുന്ന പോലെ തന്നെ ബ്ലഡ് കുറേ നേരം ഒരു സ്ഥലത്ത് പൂൾ ചെയ്ത് കടന്നു കഴിഞ്ഞാൽ അവിടെ ചെറിയ ക്ലോട്ട് ഫോർമേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത നമുക്കിവിടെ ദാണ്ട് കാണാൻ കഴിയും. എന്താണ്, നമ്മുടെ ഡീപ് വെയിൻസിൽ ഒരു ക്ലോട്ട് അല്ലെങ്കിൽ ഒരു കൊയാഗുലേഷൻ ഫോം ചെയ്ത് വരുന്നുണ്ട്. സോ ഈ കൊയാഗുലേഷൻ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫോം ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. സോ എന്തെങ്കിലും ഒരു കാരണം കൊണ്ട് ഇതുപോലെ അവിടെ നിന്ന് ഈ ബ്ലഡിന്റെ ക്ലോട്ട് ഡിസ്ലോഡ്ജ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ക്ലോട്ട് ഇതായി സഞ്ചരിക്കുന്നത് പോലെ നമ്മുടെ സിസ്റ്റമിക് സർക്കുലേഷനിൽ കൂടെ സഞ്ചരിക്കുകയും അത് യൂഷ്വലി നമ്മുടെ ഈ ഹാർട്ട് റൈറ്റ് ഏട്രിയം വഴി റൈറ്റ് വെൻട്രിക്കിൾ വഴി അത് പൾമിനറി ആർട്ടറിയിൽ പോയിട്ട് അവിടെ ബ്ലോക്ക് ഉണ്ടാക്കാം കേട്ടോ, പൾമിനറി ആർട്ടറി ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കാം. അങ്ങനെ ഉണ്ടാക്കുന്നതിനാണ് നമ്മൾ പൾമിനറി എംബോളിസം എന്ന് പറയുക. അതായത് പൾമിനറി എംബോളിസം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ എംബോളി എന്ന് പറഞ്ഞാൽ അതിനെ മൂവിങ് ക്ലോട്ട് എന്നാണ് നമ്മൾ സാധാരണ പറയുക. സോ ഈ DVT ഉള്ള പേഷ്യൻസിന് ഏറ്റവും റിസ്ക് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത് എന്താണ്, ഈ പൾമിനറി എംബോളിസം ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവല്ലോ എന്താണ് DVT, എന്താണ് അതിന്റെ കോംപ്ലിക്കേഷൻ അല്ലെ. ഇനി നമുക്ക് തിരിച്ച് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. സോ നമ്മൾ ഒരു അനിമേഷനിലൂടെ നമ്മൾ DVT എന്താണ് അല്ലെ, DVT എന്താണ് എന്നുള്ളത് നമ്മൾ കണ്ടു. ഇനി നമുക്ക് നോക്കാവേ അത് നമുക്ക് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. ഒന്ന് ഞാൻ പറഞ്ഞല്ലോ, പേഷ്യന്റിന് കൂടുതലായിട്ട് അല്ലെങ്കിൽ പേഷ്യന്റിന് അത്യാവശ്യം മൊബിലിറ്റി കൊടുക്കുക. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ DVT ഒക്കെ ഉള്ള പേഷ്യൻസിന് സാധാരണ എഡിമ ഉണ്ടാവും കേട്ടോ, അതായത് അവരുടെ ലെഗ്സിൽ സ്വെല്ലിങ് അല്ലെങ്കിൽ എഡിമ ഒക്കെ ഉണ്ടാകും കേട്ടോ. എഡിമ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇവർക്ക് കേട്ടോ, എഡിമ ഉണ്ടാകാം. അപ്പം ഈ എഡിമ പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ പറയുക എന്താണ്, അവരുടെ എക്സ്ട്രിമിറ്റീസ് എലിവേറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറയും. ഓർക്കണേ, അതായത് എഡിമ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയും അതുകൂടാതെ നേരത്തെ പറഞ്ഞല്ലോ വീനസ് റിട്ടേൺ അല്ലെ, അതായത് ഹാർട്ടിലേക്ക് തിരിച്ച് ബ്ലഡ് എത്തിച്ചേരുന്നു, അതിനാണ് നമ്മൾ എന്ത് പറയുക, വീനസ് റിട്ടേൺ. അപ്പൊ ഈ വീനസ് റിട്ടേൺ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ സാധാരണ ഈ അഫക്റ്റഡ് എക്സ്ട്രിമിറ്റി നമ്മൾ പില്ലോയിൽ എലിവേറ്റ് ചെയ്ത് വെക്കണം എന്ന് നമ്മൾ പറയാറുണ്ട് കേട്ടോ. ഇത് ബേസിക്കലി എഡിമ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുക. നെക്സ്റ്റ് നോക്കിയേ, ഓപ്ഷൻ സി നോക്കിയേ, വാക്സ് ടു ദ ബാത്റൂം വിത്ത് നഴ്സിംഗ് അസിസ്റ്റൻസ്, അതായത് ഒരു അസിസ്റ്റന്റിന്റെ സഹായത്തോടു കൂടി ബാത്റൂമിലേക്ക് നടക്കുക. സോ ഇതും നമ്മൾ ചെയ്യാറുണ്ട്. എന്തിനാണ്, ഫർദർ ആയിട്ട് പേഷ്യന്റ് ത്രോംബോസിസ് കാര്യങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാൻ. പിന്നെ അപ്ലൈസ് ലോഷൻ ടു ദ റൈറ്റ് ലെഗ് അല്ലെങ്കിൽ ഇമോളിയൻസ് നമ്മുടെ റൈറ്റ് ലെഗ്, ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് ലെഗിലാണ് പേഷ്യന്റ് പെത്തോളജി ഉള്ളത്. അപ്പൊ റൈറ്റ് ലെഗിൽ നമ്മളിപ്പോൾ ഇമോളിയൻസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നിങ്ങൾ ഓർക്കേണ്ടത്, ഡെപ്തിൽ അല്ലെങ്കിൽ ഡീപ്പായിട്ട് നമ്മൾ മസാജ് ചെയ്യാൻ പാടില്ല. എവിടെയാണ്, അഫക്റ്റഡ് എക്സ്ട്രിമിറ്റിയിൽ കേട്ടോ. അഫക്റ്റഡ് എക്സ്ട്രിമിറ്റിയിൽ നമ്മൾ ഡീപ്പായിട്ട് നമ്മൾ മസാജ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഓൾറെഡി ഫോം ആയിരിക്കുന്ന ക്ലോട്ട് അല്ലെങ്കിൽ ത്രോംബസ് അവിടുന്ന് ഡിസ്ലോഡ്ജ് ആവുകയും നമ്മൾ നേരത്തെ കണ്ടതുപോലെ പൾമിനറി എംബോളിസം ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. പിന്നെ വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് DVTയുമായിട്ട് റിലേറ്റ് ചെയ്ത് പറയാനായിട്ട് പറ്റും കേട്ടോ. അതായത് ഒന്നാമത്തെ കാര്യം ഇതിന്റെ ട്രീറ്റ്മെന്റ് ആണ്. അപ്പം ഓൾറെഡി പേഷ്യന്റ് സപ്പോസ് നോക്കിക്കേ ഒരു ക്ലോട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ഈ ക്ലോട്ടിനെ ലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ ക്ലോട്ടിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന മെഡിസിൻസ് കൊടുക്കും കേട്ടോ. അത് നമ്മൾ സാധാരണ പറയാറുണ്ട് TPA എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടാവില്ലേ, ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ. നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. ടിഷ്യൂ പ്ലാസ്മിനോജൻ ആക്ടിവേറ്റർ പോലുള്ള ഡ്രഗ്സ്, അതായത് ഓൾട്ടിപ്ലേസ്, ടെനക്റ്റിപ്ലേസ് പോലുള്ള ഡ്രഗ്സ് നമുക്ക് കൊടുക്കാം. അതല്ല ഇപ്പം ഒരു പ്രിവെന്റീവ് സ്ട്രാറ്റജി ആയിട്ട് നമുക്ക് സാധാരണ ഹെപ്പാരിൻ, വാർഫാരിൻ പോലുള്ള ഡ്രഗ്സ് കൊടുക്കാം. ഈ ഡ്രഗ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. എസ്പെഷ്യലി നോക്കിയാൽ ഹെപ്പാരിൻ നമുക്ക് സാധാരണ കൊടുക്കാം. അപ്പോൾ ഹെപ്പാരിൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. സാധാരണ ഈ പ്രോമെട്രിക് എക്സാംസിന് എല്ലാം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ ഹെപ്പാരിൻ, വാർഫാരിൻ പോലുള്ള കാര്യങ്ങൾ. സോ ഹെപ്പാരിൻ എടുക്കുന്ന പേഷ്യന്റ് നമ്മൾ അവരുടെ തെറാപ്യൂട്ടിക് എഫിഷ്യൻസി അല്ലെങ്കിൽ ഈ ഡ്രഗിന്റെ തെറാപ്യൂട്ടിക് എഫിക്കസി നമുക്ക് അറിയാനായിട്ട് APTT നോക്കണം കേട്ടോ. ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈം, APTT നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ തെറാപ്യൂട്ടിക് അഡ്ഹറൻസ് അറിയാൻ വേണ്ടിയാണ്. നെക്സ്റ്റ് നോക്കിയേ, വേറൊരു കാര്യം ഞാൻ പറഞ്ഞു, ഈ ഹെപ്പാരിൻ പോലെ തന്നെ നമ്മൾ വാർഫാരിൻ നമുക്ക് കൊടുക്കാം കേട്ടോ. വാർഫാറിനും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡ്രഗ് ആണ്. സോ വാർഫാറിൻ എടുക്കുന്ന പേഷ്യന്റിന് അവരുടെ തെറാപ്യൂട്ടിക് എഫിക്കസി അറിയാനായിട്ട് നമുക്ക് PT-INR, എസ്പെഷ്യലി അതിൽ INR നമ്മൾ നോക്കണം കേട്ടോ. INR എന്ന് പറഞ്ഞാൽ അറിയാമല്ലോ, ഇന്റർനാഷണൽ നോർമലൈസ്ഡ് റേഷ്യോ. നമുക്ക് എങ്ങനെ ഓർത്ത് വെക്കാം, നോക്കിയാൽ രണ്ടിന്റെയും മൂന്നാമത്തെ ലെറ്റർ R ആണല്ലേ. ആ രീതിയിലൊക്കെ ഇതൊന്ന് റിലേറ്റ് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും, നിങ്ങൾക്ക് ഓർക്കാൻ കഴിയും. സോ വാർഫാരിൻ നോക്കണം എന്നും കൂടി, വാർഫാറിൻ എടുക്കുന്ന പേഷ്യന്റ് INR നോക്കണം എന്നും കൂടി ഓർക്കാം കേട്ടോ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ സീക്വൻസ് നേരത്തെ അനിമേഷനിൽ പറഞ്ഞല്ലേ, സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ്, ഇത് നമ്മൾ സാധാരണ എന്തിനു വേണ്ടിയാണ് യൂസ് ചെയ്യുക? ഇത് സാധാരണ ഈ DVT, ഡീപ് വെയിൻ ത്രോംബോസിസ് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ SCD യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അത് ഓർക്കണേ. അപ്പൊ നിങ്ങൾ ഓർത്ത് നോക്കിയേ, ഈ പേഷ്യന്റ് ഓൾറെഡി DVT ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ DVT ഡയഗ്നോസ് ചെയ്ത ഈ പേഷ്യന്റിന് നമ്മൾ സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ് അല്ലെങ്കിൽ ഈ DVT ഉള്ള എക്സ്ട്രിമിറ്റിയിൽ നോക്കിയേ, DVT അല്ലെങ്കിൽ ഈ ക്ലോട്ട് ഉള്ള ആ ഒരു
ഒരു എക്സ്ട്രിമിറ്റിയിൽ പിന്നീട് നമ്മൾ കംപ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക എന്ന് നേരത്തെ പറഞ്ഞു. ഈ DVT ഉള്ള ലെഗിൽ വളരെ ഡെപ്തിൽ നമ്മൾ മസാജ് കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അല്ലേ. സോ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ എന്താണ്, ഇവിടെ മസാജ് ചെയ്യാനോ അല്ലെങ്കിൽ ഡീപ്പായിട്ടുള്ള കംപ്രഷനോ കൊടുക്കാൻ പാടില്ല. കൊടുത്തു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ ക്ലോട്ട് അവിടെ നിന്ന് മൂവ് ആയി കഴിഞ്ഞാൽ നമ്മൾ അതിനെ എംബോളി എന്ന് പറയും. സോ ആ എംബോളി എവിടെ വേണമെങ്കിലും പോയിട്ട് ഒബ്സ്ട്രക്ട് ആകാം. പൾമിനറി ആർട്ടറി ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പൾമിനറി എംബോളിസം എന്ന് പറയും. ഇപ്പം സെറിബ്രൽ ബ്ലഡ് വെസൽസിന് അത് ഒബ്സ്ട്രക്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രോക്ക് പോലെയുള്ള മാനിഫെസ്റ്റേഷൻസ് ഉണ്ടാകാം. കൊറോണറി ആർട്ടറി, അതായത് ഹാർട്ടിന് സപ്ലൈ ചെയ്യുന്ന ആർട്ടറിയാണ് കൊറോണറി ആർട്ടറി അല്ലേ. സോ അതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടാകും. സോ ഈ രീതിയിലുള്ള കോംപ്ലിക്കേഷൻസ് പ്രിവെന്റ് ചെയ്യാനായിട്ട് നമ്മൾ എപ്പോഴും പറയും ഇത് ഉള്ള പേഷ്യന് സാധാരണ സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ് കൊടുക്കരുത് എന്ന് പറയും കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിക്കാണല്ലോ. നോക്കിയാൽ DVT ഉള്ള പേഷ്യന് ഏത് ഇന്റർവെൻഷൻ ആണ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വരിക. സോ ഇതാണ് ഈ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരിക. യൂസ് എ സീക്വൻഷ്യൽ കംപ്രഷൻ ഡിവൈസ് ഓൺ ദ ലെഗ് വിത്ത് ദ ക്ലോട്ട്. അത് ഒരിക്കലും ഓൾറെഡി ക്ലോട്ട് ഉള്ള പേഷ്യൻ ആണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇത് മനസ്സിലായിട്ടുണ്ടാവല്ലോ. സോ ഇതുപോലെയുള്ള വീഡിയോസ് നിങ്ങൾക്ക് ഇനിയും ലഭിക്കുന്നതായിരിക്കും. കൂടാതെ നമ്മുടെ GCC കൺട്രീസിലേക്കുള്ള ലൈസൻസ് എക്സാമിന്റെ ക്ലാസ്സുകൾ നമ്മൾ വരുന്ന 2-ാം തീയതി സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം താല്പര്യമുള്ളവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഓഫീസുമായിട്ട് കോൺടാക്ട് ചെയ്യും. നിങ്ങൾ അഡ്മിഷൻ ഉറപ്പിക്കുക, അല്ലെങ്കിൽ നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.